ചക്രങ്ങളുടെ കണ്ടുപിടുത്തം പോലെ തന്നെ മനുഷ്യവംശത്തിൻ്റെ പുരോഗതിക്ക് കാരണമായ മറ്റൊന്നാണ് ഭാഷയുടെ വികാസ പരിണാമങ്ങളും ലിപികളുടെ കണ്ടുപിടുത്തവും. രാഷ്ട്രീയവും മതപരവുമായ നിരവധി കാരണങ്ങൾ കൊണ്ട് നാഗരികതയുടെ ഉദയം മുതൽ എണ്ണമറ്റ ഭാഷകളാണ് ചരിത്രത്തിൽ നിന്ന് മാഞ്ഞുപോയിട്ടുള്ളത്. ഈ വംശനാശം വന്ന ഭാഷകൾ ഒരു കാലത്ത് പുരാതന സമൂഹങ്ങൾ ഉപയോഗിച്ചിരുന്നവയാണ്. അവ സംസാരിച്ച വൈവിധ്യമാർന്ന സമൂഹങ്ങളെക്കുറിച്ചും അവരുടെ സംസ്കാരം, പൈതൃകം, ജീവിത രീതി, ഭാഷാ നഷ്ടങ്ങൾ എന്നിവയെക്കുറിച്ചുമുള്ള ചെറിയൊരു പരിശോധനയാണ്. ലോകായനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രേറ്റ് ആൻഡമാനീസ് ഭാഷാ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഒരു ഭാഷാ കുടുംബത്തിൻ്റെ ഭാഗമായിരുന്നു അകാബോ ഭാഷ. വടക്കൻ ആൻഡമാനിലെ പടിഞ്ഞാറൻ തീരത്തും ആധുനിക ഇന്ത്യയുടെ നോർത്ത് റീഫ് ദ്വീപിലുമാണ് ഈ ഭാഷ സംസാരിച്ചിരുന്നത്. അകാബോ ഭാഷയ്ക്ക് അക്ക ജെരു എന്നറിയപ്പെടുന്ന മറ്റൊരു ആൻഡമാനീസ് ഭാഷയുമായി ചില സാമ്യതകളൊക്കെ ഉണ്ടെങ്കിലും അതിനെ ഭാഷാ ഗവേഷകർ പൂർണ്ണമായും വ്യത്യസ്തമായ മറ്റൊരു ഭാഷയായിട്ടാണ് കണക്കാക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ 250-ൽ താഴെ മാത്രം ആളുകളുള്ള ബോ ഗോത്രത്തിലാണ് അകാബോ പ്രധാനമായും സംസാരിച്ചിരുന്നത്. ഈ ഗോത്രം പാശ്ചാത്യ കൊളോണിയൽ കുടിയേറ്റക്കാരുമായി സമ്പർക്കം പുലർത്തിയതോടെ രോഗങ്ങളുടെയും പ്രദേശത്തിൻ്റെ നഷ്ടത്തിൻ്റെയും വിനാശകരമായ ആഘാതത്തെ തുടർന്ന് ഇത് ഏറെക്കുറെ മരണാവസ്ഥയിലായി. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ അകാബോ സംസാരിക്കുന്ന അവസാനത്തെ ആളും മരിച്ചതോടെ 2010-ൽ ഈ ഭാഷ വംശനാശം സംഭവിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു. അകാബോ ഭാഷയുടെ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ പ്രഭാഷകൻ ബോവ സീനിയറായിരുന്നു. അവരുടെ പൂർവികരുടെ അറിവ് സംരക്ഷിക്കാൻ ശ്രമിച്ച ഗോത്രത്തിലെ ജീവിച്ചിരിക്കുന്ന പിൻഗാമിയായിരുന്നു അദ്ദേഹം. കിക്ഷി അല്ലെങ്കിൽ കൊളംബിയൻ ചിനൂക്ക് എന്നും അറിയപ്പെടുന്ന അപ്പർ ചിനൂക്ക് ഭാഷ പ്രധാനമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ വടക്കു പടിഞ്ഞാറൻ പസഫിക് ഭാഗത്ത് സംസാരിക്കപ്പെട്ടിരുന്ന ഒരു പ്രാദേശിക ഭാഷയായിരുന്നു. 1990കളോടെ അപ്പർ ചിനൂക്ക് സംസാരിക്കുന്ന 70-ൽ താഴെ ആളുകൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. അപ്പർ ചിനൂക്ക് നേരിട്ട് സംസാരിക്കുന്ന അവസാനത്തെ വ്യക്തി ഗ്ലാഡിസ് തോംസൺ എന്നയാളായിരുന്നു. അദ്ദേഹം 2012-ൽ മരിച്ചു. പസഫിക് വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിരവധി പ്രാദേശിക ഭാഷാഭേദങ്ങൾ ചേർന്ന ഒരു ഭാഷയായിരുന്നു അപ്പർ ചിനൂക്ക്. പോർട്ട്ലാൻഡിലും സോവിദ്വീപിലും സംസാരിക്കുന്ന മുൾട്ടിനോമ ഭാഷാഭേദം മുതൽ പ്രധാനമായും കൊളംബിയ നദിക്കരയിൽ സംസാരിക്കുന്ന വൈറ്റ് സാൽമൺ ഭാഷാഭേദം വരെ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. എലാമൈറ്റ് നാഗരികത സംസാരിച്ചിരുന്ന ഭാഷ BC 2700-ൽ ഇന്നത്തെ ഇറാനിലാണ് ഉത്ഭവിച്ചത്. എലാമൈറ്റ് സംസ്കാരം നിയർ ഈസ്റ്റിൽ ഉയർന്നു വന്ന ആദ്യകാല നാഗരികതകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നിരവധി നൂറ്റാണ്ടുകളിലായി പരിണമിച്ചതും ഭരണപരമായ വിശദാംശങ്ങൾ, മതപരമായ ആചാരങ്ങൾ, രാജകീയ പ്രവർത്തനങ്ങൾ എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്നതുമായ ഒരു സവിശേഷ എഴുത്ത് ലിപി എലാമൈറ്റുകൾക്കുണ്ടായിരുന്നു. അതൊടുവിൽ പേർഷ്യൻ സാമ്രാജ്യത്തിൽ ലയിച്ചു. ഇന്നത്തെ സുഡാനിൽ ഈജിപ്തിന് തെക്ക് നൈൽ താഴ്വരയിൽ നിലനിന്നിരുന്ന വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള ശക്തമായ കുറേ സ്റ്റേറ്റുകളായിരുന്നു ന്യൂബിയൻ രാജ്യങ്ങൾ. ന്യൂബിയൻ സംസ്കാരങ്ങളിൽ ഒന്നായ മെറോ രാജ്യം അയൽ രാജ്യമായ ഈജിപ്തുമായുള്ള വ്യാപാരത്തിലും സാംസ്കാരിക വിനിമയത്തിലും കൂടി അഭിവൃദ്ധി പ്രാപിക്കുകയും അവരിൽ നിന്ന് ചിലതരം എഴുത്തുകളും മതചിഹ്നങ്ങളും ഉൾപ്പെടെ നിരവധി ആചാരങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. കൂടാതെ മെറോയിറ്റിക് എന്നറിയപ്പെടുന്ന സ്വന്തം എഴുത്ത് രീതി ഭാഷാ ഗവേഷകർക്ക് ഭാഗികമായി മാത്രമേ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈജിപ്ഷ്യൻ അയൽക്കാരുമായി മത്സരിക്കുന്ന അത്യാധുനിക വാസ്തുവിദ്യാ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്ന കൂറ്റൻ പിരമിഡുകൾ, കൊട്ടാരങ്ങൾ, ക്ഷേത്രങ്ങൾ എന്നിവ ന്യൂബിയക്കാർ നിർമ്മിച്ചു.
തലസ്ഥാനമായ മെറോ നൈൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തിരക്കേറിയ ഒരു വ്യാപാര കേന്ദ്രവും കൂടിയായിരുന്നു. വ്യാപാരത്തിലെ ഇടിവും റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന മത്സരവും കാരണം മെറോ രാജ്യം ഒടുവിൽ തകർന്നു. അതോടെ മെറോയിറ്റിക് ഭാഷയും അപ്രത്യക്ഷമായി. ആധുനിക ടുണീഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന കാർത്തേജ് നഗരത്തെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു പ്യൂണിക് നാഗരികത. BC 9-ാം നൂറ്റാണ്ടിൽ ഫിനീഷ്യൻ കുടിയേറ്റക്കാർ സ്ഥാപിച്ച കാർത്തേജ് മെഡിറ്ററേനിയനിലുടനീളമുള്ള വിശാലമായ വ്യാപാര ശൃംഖലകളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തമായ സമുദ്രശക്തിയായും വാണിജ്യ കേന്ദ്രമായും അതിവേഗം വളർന്നു. ഫിനീഷ്യയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്യൂണിക് ഭാഷയായിരുന്നു കാർത്തേജിൽ ഏറ്റവും വ്യാപകമായി സംസാരിക്കപ്പെട്ട ഭാഷ. മൂന്നാം പ്യൂണിക് യുദ്ധത്തിൻ്റെ ഫലമായി കാർത്തേജ് ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. അതോടെ പ്യൂണിക് ഭാഷയും സംസ്കാരവും പതുക്കെ ചരിത്രത്തിലേക്ക് മറഞ്ഞു. അതിജീവിച്ചവർ റോമൻ സമൂഹത്തിൽ ലയിച്ചു. 1600-നും 1100-നും ഇടയിൽ ഗ്രീസിലെ പ്രധാന ഭൂപ്രദേശത്ത് ജീവിച്ചിരുന്ന ഉഗ്രൻ യോദ്ധാക്കളായിരുന്നു മൈസീനിയക്കാർ. അവരായിരുന്നു ഗ്രീക്ക് പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ പ്രചോദനം. മൈസീനിയൻ ഭാഷ ഗ്രീക്കിൻ്റെ ഒരു ആദ്യകാല രൂപമായിരുന്നു. ലീനിയർ ബി എന്നറിയപ്പെടുന്ന ഒരു ലിപിയിലാണ് അത് എഴുതിയിരുന്നത്. കളിമൺ ഫലകങ്ങൾ പകർത്തി എഴുതിയിരുന്നതിനാൽ ഭാഷാ ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും പഠിക്കാൻ ധാരാളം ഡേറ്റ ലഭിച്ചു. മൈസീനിയക്കാർ അവശേഷിപ്പിച്ച വിവിധ രേഖകൾ ഗ്രീക്ക് ഉപദ്വീപിലും ഈജിയൻ കടലിലും ഉടനീളം ഒരു വലിയ വ്യാപാര ശൃംഖലയിൽ പങ്കെടുത്ത സങ്കീർണമായ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്നുവെന്ന് വെളിപ്പെട്ടിട്ടുണ്ട്. അജ്ഞാതമായ കാരണങ്ങളാൽ BC 1100-ഓടെ മൈസീനിയൻ നാഗരികത തകർന്നു. ബാഹ്യ അധിനിവേശം, പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ ആഭ്യന്തര സംഘർഷം എന്നിവയാൽ അവരുടെ സംസ്കാരം തുടച്ചു നീക്കപ്പെട്ടിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. ഗ്രീക്കിൻ്റെ ആ ഇരുണ്ട യുഗങ്ങളിൽ എപ്പോഴോ ലീനിയർ ബി ലിപി മിക്കവാറും അപ്രത്യക്ഷമായി. ചൈനയിലെ ഇന്നത്തെ സിൻജിയാങ്ങിൻ്റെ ഭാഗമായ താരിം തടത്തിൽ താമസിച്ചിരുന്ന ഇൻഡോ യൂറോപ്യൻ ജനതയുടെ ഒരു കൂട്ടമായിരുന്നു ടോക്കേറിയന്മാർ. BC 1000 മുതൽ AC 9-ാം നൂറ്റാണ്ട് വരെ അവരുടെ സംസ്കാരം ഈ പ്രദേശത്ത് നിലനിന്നിരുന്നു. ഈ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഭാഷയ്ക്ക് ടോക്കേറിയൻ A, B എന്നീ 2 വ്യത്യസ്ത ഭാഷാഭേദങ്ങൾ ഉണ്ടായിരുന്നു. ഇവ ബുദ്ധമത കയ്യെഴുത്ത് പ്രതികളിലാണ് ഉണ്ടായിരുന്നത്. BC 9-ാം നൂറ്റാണ്ടിൽ തുർക്കിക്ക് സംസാരിക്കുന്ന ആളുകൾ അവരുടെ പ്രദേശത്തേക്ക് കുടിയേറാൻ തുടങ്ങിയതോടെ ടോക്കേറിയൻ സംസ്കാരത്തിന് പതിയെ ക്ഷയം സംഭവിക്കാൻ തുടങ്ങി. ഇസ്ലാമിക മതം കൂടുതൽ ജനങ്ങളിലേക്ക് പടർന്നതോടെ ടോക്കേറിയൻ സംസ്കാരവും ഭാഷയും ഇസ്ലാമിക സാംസ്കാരിക ലോകത്തേക്ക് സാംശീകരിക്കപ്പെടുകയും അങ്ങനെ ടോക്കേറിയൻ ഭാഷ ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. നാഗരികതയുടെ ഭാഷാപരമായ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കാൻ ടോക്കേറിയൻ ഭാഷയിൽ എഴുതിയ ബുദ്ധമത കയ്യെഴുത്ത് പ്രതികൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ടാസ്മാനിയയിലെ ആദിവാസികൾ എന്നറിയപ്പെടുന്ന തദ്ദേശീയ ജനത ഏകദേശം 30,000 വർഷക്കാലം ദ്വീപിൽ താമസിച്ചിരുന്നവരാണ്. ഈ സമയത്ത് ടാസ്മാനിയയുടെ തികച്ചും വ്യത്യസ്തമായ ഒരു കൂട്ടം ഭാഷകൾ, പാരമ്പര്യങ്ങൾ, വേട്ടയാടൽ വിദ്യകൾ എന്നിവ അവർ വികസിപ്പിച്ചെടുത്തിരുന്നു. 30,000 വർഷത്തെ ചരിത്രത്തിൽ തദ്ദേശീയ ടാസ്മാനിയക്കാർ ഏകദേശം 12 വ്യത്യസ്ത ആദിവാസി ഭാഷകളാണ് വികസിപ്പിച്ചെടുത്തിരുന്നത്. ടാസ്മാനിയയുടെ തനത് പരിസ്ഥിതിയാൽ രൂപപ്പെട്ട വ്യത്യസ്തമായ ഘടനകൾ, വ്യാകരണം, പദാവലികൾ എന്നിവയാൽ ഈ ഭാഷകൾ സമ്പന്നമായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികളുടെ വരവ്, അക്രമം, രോഗങ്ങൾ എന്നിവയ്ക്ക് ആ നാടിനെ നയിച്ചു. ഇത് ഗോത്ര ജനസംഖ്യയിൽ ദ്രുതഗതിയിലുള്ള ഇടിവിന് കാരണമായി. 1876 ആയപ്പോഴേക്കും അവസാനത്തെ ടാസ്മാനിയനും മരിച്ചു. ഈ അതുല്യ സാംസ്കാരിക സമൂഹത്തിൻ്റെ 30,000 വർഷത്തെ ചരിത്രത്തിന് അങ്ങനെ അന്ത്യമായി. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.